നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച്. മാങ്കൂട്ടം 2 യുവതികളെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന് കണ്ടെത്തൽ. ആശുപത്രി രേഖകളടക്കം ശേഖരിച്ച് അന്വേഷണ സംഘം. ഒരാൾ ഗർഭചിത്രം നടത്തിയത് കേരളത്തിന് പുറത്ത്. പരാതി നൽകാതിരിക്കാൻ യുവതികൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദമെന്നും ക്രൈംബ്രാഞ്ച്. സ്ത്രീ പീഡന കേസിൽ പ്രതിയായ എം വിൻസെന്റ് MLA വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൂട്ടപ്പരാതി. മുൻ KPCC അംഗങ്ങളടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. രാഹുലിനെതിരായ നടപടി പിൻവലിക്കണമെന്ന് ഷാഫി പറമ്പിൽ വിഭാഗം. മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച അടൂർ പ്രകാശിനെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പടയൊരുക്കം. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടി. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ നിയമനം സിൻഡിക്കേറ്റ് റദ്ദാക്കി. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങളിൽ സുപ്രീംകോടതി നിലപാടിനെതിരെ ഗവർണർ. VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന സുപ്രീംകോടതിയിൽ ഗവർണറുടെ ഹർജി. ഗവർണർ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുന്നുവെന്ന് മന്ത്രി R ബിന്ദു. മുഖ്യമന്ത്രിയും സർക്കാരിനെയും ഒഴിവാക്കി വൈസ് ചാൻസലറെ എങ്ങനെ നിയമിക്കാൻ കഴിയുമെന്നും ഡിജിറ്റൽ സർവകലാശാല രൂപീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമെന്നും മന്ത്രി പറഞ്ഞു. കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായി 124.63 കോടി രൂപ അനുവദിച്ച് സർക്കാർ. 75.66 കോടി രൂപ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും 49.3 കോടി രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായാണ് അനുവദിച്ചത്. രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ നാളെ സ്ഥാനമേൽക്കും. യാഥാർത്ഥ്യമാകുന്നത് വയോജന രംഗത്തെ LDF സർക്കാർ മുന്നോട്ട് വച്ച വലിയൊരു സ്വപ്നം. മുൻ രാജ്യസഭാംഗം K സോമപ്രസാദ് ചെയർപേഴ്സണായ 5-അംഗ കമ്മീഷനാണ് നാളെ സ്ഥാനമേൽക്കുന്നത്. ദില്ലിയിലെ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരത്തിൽ CH മുഹമ്മദ് കോയയുടെ പേരിൽ ഒരു മുറി പോലും ഇല്ലാത്തത് വിവാദമാകുന്നു. പരാതി അറിയിച്ച് ലീഗ് നേതാവും മകനുമായ MK മുനീർ. മുസ്ലിം ലീഗ് CHനെ മറന്നെന്ന് KT ജലീൽ. ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിശ്വാസത്തിന്റെ മറവിലുള്ള വർഗീയതയാണ് CPM എതിർക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPIM വിശ്വാസികൾക്ക് എതിരെന്ന് പ്രചരിപ്പിക്കുന്നു. വിശ്വാസികൾക്കോ വിശ്വാസത്തിനോ എതിരല്ല സർക്കാരെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് പതാക ഉയർന്നു. ആഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം. ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി സപ്ലൈകോ. ഓണത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്തുടനീളം കർഷക ചന്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിൽ. സെപ്റ്റംബർ മാസാരംഭത്തിൽ തന്നെ വലിയ കുതിച്ചുചാട്ടത്തോടെയാണ് വിപണി തുറന്നത്. 9,725 രൂപയാണ് ഇന്ന് 1 ഗ്രാം സ്വർണ്ണവില. ഇന്ത്യക്കെതിരെ വീണ്ടും ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ-US വ്യാപാര ബന്ധത്തെ ഏകപക്ഷീയമായ ദുരന്തമെന്ന ട്രംപിന്റെ ആക്ഷേപം. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ വിമർശനം. ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ തടവിൽ കഴിയുന്ന JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ ദില്ലി ഹൈക്കോടതി തള്ളി. ഇവരുൾപ്പെടെ 9 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചില്ല. BRSൽ പൊട്ടിത്തെറി. മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖര റാവുവിന്റെ മകൾ K കവിതയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിന്റെ പേരിലാണ് നടപടി. കലാപകലുഷിതമായ മണിപ്പൂരിൽ 2 വർഷത്തിനു ശേഷം സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെപ്റ്റംബർ 13-ന് മോദി മണിപ്പൂരിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിൽ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നത്.
ഓണം വാരാഘോഷത്തിന് ഗവർണറെ ക്ഷണിക്കാൻ മന്ത്രിമാർ നേരിട്ടെത്തി. മന്ത്രി വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസുമാണ് രാജ്ഭവനിലെത്തിയത്. റെക്കോർഡിട്ട് സപ്ലൈകോ. ഓണം സീസണിൽ ഇതുവരെയായി 319.3 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. 21,31,40,687 രൂപയുടെ വിൽപ്പനയാണ് സെപ്റ്റംബർ 1 മാത്രം നടന്നത്. കോഴിക്കോടിന്റെ ഓണാഘോഷത്തിന് തുടക്കം. മാവേലിക്കസ് 2025 മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള 6 ദിവസം ഉത്സവരാവിൽ വിവിധ പരിപാടികൾ വിവിധയിടങ്ങളിൽ അരങ്ങേറും. വൈപ്പിൻ മണ്ഡലത്തിലെ ദ്വീപുകൾ ചുറ്റിയുള്ള ഓണം ക്രൂയിസ് യാത്രയ്ക്ക് തുടക്കമായി. കടമക്കുടി ഉൾപ്പെടെയുള്ള ദ്വീപുകളുടെ ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് യാത്ര. കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ ക്രൂയിസ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടി എം.എൽ.എ പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെട്ടു. പഞ്ചാബിലെ AAP എം.എൽ.എ ഹർമീത് പഠാൻ മാജ്രയാണ് പോലീസിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞത്. പീഡന പരാതി പിൻവലിക്കാൻ അഭിഭാഷകയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിയിൽ ദില്ലി ജില്ലാ കോടതി ജഡ്ജിനെതിരെ നടപടി. ദില്ലി ഹൈക്കോടതിയാണ് ജഡ്ജിനെ സസ്പെൻഡ് ചെയ്തത്. മറ്റൊരു അഭിഭാഷകനെതിരെയുള്ള പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചുവെന്ന് ആരോപിച്ചാണ് അഭിഭാഷക പരാതി നൽകിയത്. യമുനയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. ദില്ലിയിൽ ജലനിരപ്പ് അപകടരേഖയും കടന്നു. 205.33 മീറ്ററാണ് അപകടനില. ദില്ലിയിലെ പഴയ റെയിൽവേ പാലത്തിന് യമുന നദിയിലെ ജലനിരപ്പ് 205.80 മീറ്ററായി ഉയർന്നു. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി ആദിത്യനാഥിനെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് BJP MLA-യുടെ സഹോദരനെതിരെ 7 കേസ്. സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കുറ്റമാണ് MLA മഹേന്ദ്രപാൽ സിംഗിന്റെ സഹോദരൻ ബോലേന്ദ്രപാൽ സിംഗിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി എടുത്തത്. മധുരയിൽ 28-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സ്ത്രീധന പീഡനം മൂലമാണ് മരണമെന്നാരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ ഞായറാഴ്ച പ്രതിഷേധ പ്രകടനം നടത്തി. ബംഗളൂരു കോളേജിൽ ഓണാഘോഷത്തിനിടെ സംഘർഷം. വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. ബംഗളൂരു ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ സംഘർഷമുണ്ടായത്. ആദിത്യ എന്ന മലയാളി വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുന്നു. സംസ്ഥാനത്ത് ജനജീവിതം താറുമാറായി. ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സാമ്രാജ്യത്വത്തിന്റെ സമ്മർദ്ദം ചെറുക്കാനും കൂടുതൽ നീതിയുക്തമായ ആഗോള ഭരണ സംവിധാനത്തിനായി കൈകോർക്കാനും ആഹ്വാനം ചെയ്ത് ഷാങ്ഹായ് സഹകരണ സംഘ ഉച്ചകോടി. ഏകപക്ഷീയമായി അധിക ഇറക്കുമതി തീരുവ ചുമത്തി ലോകരാജ്യങ്ങളെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്കെതിരായ ബദൽ നീക്കമായി ചൈന ആതിഥ്യമരുളിയ ഉച്ചകോടി മാറി. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400 കവിഞ്ഞു. 3000-ലധികം പേർക്ക് പരിക്കേറ്റതായി താലിബാൻ സർക്കാർ വക്താവ് സബിഹുള്ള മുജാഹിദ് എക്സിൽ അറിയിച്ചു. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പം 12 ലക്ഷം പേരെ ബാധിച്ചതായി അമേരിക്കൻ ജിയോളജിക്കൽ സർവേ. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ 5ഓളം പ്രവിശ്യകളിലായാണ് വ്യാപകമായ ആളപായവും നാശനഷ്ടവും ഉണ്ടായത്. പലസ്തീനെ പരമാധികാര രാഷ്ട്രമായി അംഗീകാരം നൽകുമെന്ന് വ്യക്തമാക്കി ബെൽജിയം. UN അസംബ്ലിയിൽ പലസ്തീൻ അംഗീകാരം നൽകുമെന്നാണ് ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രവോർഡ് വിശദമാക്കിയത്. ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് നടപടി. ഗാസയെ അമേരിക്കയുടെ മേൽനോട്ടത്തിൽ പുനഃസൃഷ്ടിക്കാനെന്ന രീതിയിൽ അവതരിപ്പിച്ച ഗാസ റിവിയേരയുടെ വിവരങ്ങൾ പുറത്ത്. ലക്ഷക്കണക്കിന് ആളുകളെ തുടച്ചു നീക്കിയാണ് ഗാസയിൽ യുദ്ധശേഷം പുത്തൻ നഗരമാക്കാനുള്ള പദ്ധതിയിടുന്നതെന്ന് രൂക്ഷ വിമർശനം. ഞായറാഴ്ചയാണ് 38 പേജുകൾ വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ നിർമ്മിതമായ ഗാസ റിവിയേരയുടെ വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടത്.
ചൈനയിലേക്ക് സംരക്ഷിത ട്രെയിനിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ യാത്ര. ബീജിംഗിൽ നടക്കുന്ന സൈനിക പരേഡിന് സാക്ഷിയാകാനാണ് കനത്ത സുരക്ഷയിൽ കിം ട്രെയിൻ മാർഗം പുറപ്പെട്ടത്. ബുധനാഴ്ചയാണ് ചൈനയുടെ വിക്ടറി ഡേ പരേഡ് നടക്കുന്നത്. സുഡാനിലെ പടിഞ്ഞാറൻ ഡഫർ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 1000-ലേറെ പേർ മരിച്ചു. ഡർഫറിലെ മാറ പർവ്വത പ്രദേശത്താണ് ഞായറാഴ്ച മണ്ണിടിച്ചിലുണ്ടായത്. വിമത സംഘമായ സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് ആണ് വിവരം പുറത്തുവിട്ടത്. ആയുധ ഇടപാടുകളിൽ സുതാര്യതയും നിയമസാധുതയും ഉറപ്പാക്കുന്നതിനായി ലൈസൻസുള്ള ആയുധ വ്യാപാരത്തിന് ഡിജിറ്റൽ സംവിധാനം ആരംഭിച്ച UAE രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു സേവനം ആരംഭിക്കുന്നതെന്നും സുപ്രീം കൗൺസിൽ ഫോർ നാഷണൽ സെക്യൂരിറ്റിയുടെ വെപ്പൺസ് ആൻഡ് ഹസാഡസ് സബ്സ്റ്റൻസ് ഓഫീസ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് സുഹൈൽ അൽ നയാദി പറഞ്ഞു. മെട്രോയിലെ തിരക്ക് കുറയ്ക്കാൻ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റെഡ് ലൈനിൽ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. സെൻട്രൽ പോയിന്റ് സ്റ്റേഷനിൽ നിന്ന് അൽ ഫർദാൻ എക്സ്റ്റേഞ്ച് സ്റ്റേഷനിലേക്കും ലൈഫ് ഫാർമസി സ്റ്റേഷനിലേക്കും എക്സ്പോ സിറ്റി സ്റ്റേഷനിലേക്കുമാണ് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചത്. UAE-യിൽ തൊഴിൽ നിയമം ലംഘിച്ച 5400 കമ്പനികൾക്ക് 6 മാസത്തിനിടെ പിഴ ചുമത്തിയതായി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. തൊഴിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 2.85 ലക്ഷം പരിശോധനകൾ നടത്തിയതിൽ നിന്നാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. അത്തം മുതൽ 10 ദിവസങ്ങളിലായി അബുദാബി മലയാളി സമാജം പൂക്കളമിടൽ മത്സരം നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി സമാജം വനിതാ വിഭാഗം അത്തപ്പൂക്കളം ഒരുക്കി. ഓരോ ദിവസവും വിവിധ സംഘടനകളാണ് പൂക്കളം ഒരുക്കിയത്. അബുദാബി ഭരണസമിതിയാണ് ഒന്നാം ദിവസത്തെ പൂക്കളം ഒരുക്കിയത്. മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ഓർത്തെടുക്കുവാൻ ഷാർജ വനിതാ കലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ കമലാംബരം അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വനിതാ കലാസാഹിതിയുടെ UAE ജോയിന്റ് കൺവീനർ സിബി ബൈജു അധ്യക്ഷയായി. നിർമാതളം പൂത്തക്കാലം എന്ന സെഷനിൽ മാധവിക്കുട്ടിയുടെ എഴുത്തും ജീവിതവും ചർച്ചയായി. രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഹാജറുമായി ബന്ധപ്പെട്ട പുതിയ നയം പുറത്തേക്ക് UAE വിദ്യാഭ്യാസ മന്ത്രാലയം. പാഠഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുടെ സ്ഥിരം സാന്നിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. അനുമതിയില്ലാതെ പ്രവൃത്തി ദിനം മുടങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് നടപ്പാക്കുന്നത്. കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന അൽഹൈസ് പൊടിമേഘങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. പൊടിപടലങ്ങളും മണൽത്തരികളും നിറഞ്ഞ അന്തരീക്ഷം കാഴ്ചക്കുറവിനും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. മികച്ച അഭിപ്രായം തേടി കല്യാണി പ്രിയദർശനെ നായികയാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നടി പാർവതി തിരുവോത്തിന്റെ ചിത്രത്തെ പ്രശംസിച്ചുള്ള പോസ്റ്റുകൾ ശ്രദ്ധേയമാകുന്നു. കല്യാണിക്ക് വലിയൊരു ആലിംഗനം നൽകുന്നുവെന്നും ചന്ദ്ര നമുക്കിടയിലുണ്ടെന്നും പാർവതിയുടെ പോസ്റ്റ്. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത് ധ്രുവ് വിക്രം നായകനായെത്തുന്ന ബൈസൺ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്ത്. നിവാസ് കെ പ്രസന്നയാണ് തീ കൊളുത്തി എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ച് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മാരി സെൽവരാജ് തന്നെയാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ദീപാവലി റിലീസായാണ് ചിത്രം എത്തുന്നത്. ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറും സംവിധായകനുമായ അഖിൽ മാരാർ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം മുള്ളൻകൊല്ലി തിയേറ്ററുകളിലേക്ക്. ചിത്രം സെപ്റ്റംബർ 12-ന് തിയേറ്ററുകളിലെത്തുമെന്നാണ് റിപ്പോർട്ട്. അഖിൽ മാരാർക്ക് പുറമെ ബിഗ് ബോസ് താരങ്ങളായ അഭിഷേക് ശ്രീകുമാറും സെറീനയും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്.
ഗ്രാസ് റൂട്ട് ഫിലിം കമ്പനി ബാനറിൽ നിർമ്മിക്കുന്ന അവസാന ചിത്രമായിരിക്കും ബാഡ് ഗേൾ എന്ന വെട്രിമാരൻ. ബാഡ് ഗേൾ, മാനുഷി എന്നീ ചിത്രങ്ങളുടെ വിവാദങ്ങളിൽ ഒരു നിർമ്മാതാവെന്ന നിലയിൽ വലിയ സമ്മർദ്ദമാണ് നേരിട്ടത്. അതാണ് ഫിലിം കമ്പനി അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നതെന്നും വെട്രിമാരൻ. ജയസൂര്യയുടെ പുതിയ ചിത്രം കത്തനാരിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം റോജിൻ തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത്. ലോക സിനിമയുടെ വിജയത്തിൽ മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞ് ചിത്രത്തിന്റെ സഹതിരക്കഥാകൃത്തായ ശാന്തി ബാലചന്ദ്രൻ സിനിമാ ജീവിതം തെരഞ്ഞെടുത്ത തീരുമാനത്തിന് അച്ഛനും അമ്മയും നൽകിയ പിന്തുണയിൽ ഏറെ വൈകാരികമായ കുറിപ്പാണ് ശാന്തി പങ്കുവച്ചത്. ശാന്തിയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ അച്ഛൻ ബാലചന്ദ്രൻ പങ്കുവച്ച കുറിപ്പുകളും ശാന്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിളിന്റെ പുതിയ റീറ്റെയിൽ സ്റ്റോർ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മൂന്നാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും ആപ്പിൾ സ്റ്റോറാണ് ആപ്പിൾ ഹെബ്ബാൾ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സ്റ്റോർ. ഐഫോൺ ഉൾപ്പെടെയുള്ള ആപ്പിൾ പ്രൊഡക്റ്റുകൾ നേരിട്ട് കാണാനും പരിശോധിക്കാനും ഈ ആപ്പിൾ സ്റ്റോറിൽ സൗകര്യമുണ്ട്. റിയൽമി 15T 5G ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 50 MB ഫ്രണ്ട് ക്യാമറ, 7000 mAh ബാറ്ററി എന്നിവ സഹിതമാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തത്. മീഡിയാടെക് ഡൈമെൻസിറ്റി 6400 മാക്സ് 5G ചിപ്സെറ്റാണ് റിയൽമി 15T 5Gയുടെ കരുത്ത്. വൈ സീരീസിലേക്ക് പുതിയതായി Y500 5G എന്ന സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ച് വിവോ. ചൈനയിലാണ് ഈ മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ ഫോൺ ഇന്ത്യയിലും അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. സൂപ്പർ ലീഗ് രണ്ടാം സീസണിൽ ടീമിന്റെ ഗോൾ വിലക്കാക്കാൻ മുഹമ്മദ് അസ്ഹറിനെ ടീമിലെത്തിച്ച് മലപ്പുറം FC. നിലവിൽ കേരള പോലീസ് ടീമിന്റെ ഗോൾ കീപ്പറാണ് അസ്ഹർ. സന്തോഷ് ട്രോഫിയിലും നാഷണൽ ഗെയിംസിലും അടക്കം നിരവധി ടൂർണമെന്റുകളിൽ കേരളത്തിന് വേണ്ടി ഗ്ലൗസ് അണിഞ്ഞിട്ടുണ്ട്. KCLൽ വിജയം തുടർന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 3 വിക്കറ്റിനാണ് കൊച്ചി തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത് കാലിക്കറ്റ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. യുവ മധ്യനിര താരവും കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിലെ മികച്ച താരവുമായ K അജയ് കൃഷ്ണനെ സ്വന്തമാക്കി കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ്. 2024-25 സീസണിൽ കേരള പ്രീമിയർ ലീഗിൽ കിരീടം നേടിയ മുത്തൂറ്റ് FCയുടെ ക്യാപ്റ്റനായിരുന്നു. സെമി ഫൈനലിൽ അജയ് നേടിയ ഗോളിന്റെ മികവിലാണ് മുത്തൂറ്റ് ഫൈനലിലെത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് കരാറിനായി BCCI അപേക്ഷ ക്ഷണിച്ചു. സ്പോൺസർമാരായ ഡ്രീം 11ന്റെ കരാർ അവസാനിപ്പിച്ചതിനാലാണ് പുതിയ അപേക്ഷകൾ ക്ഷണിച്ചത്. സെപ്റ്റംബർ 16 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി.